ഹായ് ഫ്രണ്ട്സ്, LP-UP ബയോളജി സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കലകൾ എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 8ാം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ കോശജാലങ്ങൾ എന്ന ചാപ്റ്ററിലാണ് ഈ കണ്ടൻറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും വിവിധ തരത്തിൽപ്പെട്ട കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ, രക്തകോശങ്ങൾ, അസ്ഥികോശങ്ങൾ എന്നിങ്ങനെ മനുഷ്യ ശരീരത്തിൽ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി കോശങ്ങളുടെ ക്രമീകൃതവും നിയന്ത്രിതവുമായ പ്രവർത്തനങ്ങൾ വഴിയാണ് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കോശങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കാതെ സമാന കോശങ്ങളുടെ കൂട്ടമായാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം കോശജാലങ്ങളെയാണ് കലകൾ എന്ന് വിളിക്കുന്നത്. ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ്. ബഹുകോശ ജീവികളായ സസ്യങ്ങളിലും ജന്തുക്കളിലും വിവിധ ഇനം കലകൾ കാണപ്പെടുന്നുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള കലകളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് ഇത്തരം ജീവികളുടെ ശാരീരിക ധർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ അവയെ സഹായിക്കുന്നത്. ശാരീരിക ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിനായി ജന്തുക്കളിലും സസ്യങ്ങളിലും കാണപ്പെടുന്ന വിവിധ ഇനം കലകളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജന്തുകലകൾ അല്ലെങ്കിൽ ആനിമൽ ടിഷ്യൂസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. മെയിൽ ഗാമറ്റായ സ്പേം അല്ലെങ്കിൽ പുംബീജവും ഫീമെയിൽ ഗാമറ്റായ ഓവം അല്ലെങ്കിൽ അണ്ഡവും കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്ന സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്നും രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം. ഈ സിക്താണ്ഡം തുടർച്ചയായി വിഭജിച്ചാണ് ഭ്രൂണമായി മാറുന്നത്. ഈ ഭ്രൂണകോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിച്ചാണ് വ്യത്യസ്ത കോശങ്ങൾ രൂപം കൊള്ളുന്നത്. ഇത്തരത്തിൽ ഒരൊറ്റ കോശത്തിൽ നിന്നും വൈവിധ്യമാർന്ന കോശങ്ങളുണ്ടാവുന്ന ഈ പ്രക്രിയയാണ് കോശവൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ സെൽ ഡിഫറൻഷിയേഷൻ എന്നറിയപ്പെടുന്നത്. അതായത് ഒരു ഏകകോശമായ സിക്താണ്ഡം തുടർച്ചയായി വിഭജിച്ച് ഭ്രൂണമായി മാറുകയും ഈ ഭ്രൂണകോശങ്ങൾക്ക് ക്രമാനുഗതമായ മാറ്റങ്ങൾ സംഭവിച്ച് വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങൾ രൂപപ്പെടുന്ന ഈ പ്രക്രിയയാണ് കോശവൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ സെൽ ഡിഫറൻഷിയേഷൻ. ഈ ഭ്രൂണകോശങ്ങളിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിലെ നാഡീകോശങ്ങൾ, അസ്ഥികോശങ്ങൾ, പേശീകോശങ്ങൾ, രക്തകോശങ്ങൾ തുടങ്ങിയ വിവിധ കോശങ്ങൾ രൂപം കൊള്ളുന്നത്. അടുത്തതായി നമുക്ക് വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസ് എന്താണെന്ന് നോക്കാം. ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളെയാണ് വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസ് എന്ന് വിളിക്കുന്നത്. ഇവയെ മൂലകോശങ്ങളെന്നും വിളിക്കാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ദീർഘമായ കോശവൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് വിത്ത് കോശങ്ങളിൽ നിന്നും മറ്റു കോശങ്ങൾ രൂപപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന വിത്ത് കോശങ്ങൾക്ക് ഇത്തരത്തിലുള്ള വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെ മറ്റു കോശങ്ങളായി മാറാനോ അല്ലെങ്കിൽ വിത്ത് കോശങ്ങളായി തന്നെ തുടരാനോ ഉള്ള കഴിവുള്ളവയാണ്. നമ്മുടെ കലകളിലെ കോശങ്ങൾ നശിക്കുന്ന സമയത്ത് അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് ഈ വിത്ത് കോശങ്ങളിൽ നിന്നാണ്. നമ്മുടെ അസ്ഥിമജ്ജ, ത്വക്ക്, അന്നപദം തുടങ്ങിയ ശരീരഭാഗങ്ങളിലെല്ലാം വിത്ത് കോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. രക്താർബുദം, പ്രമേഹം, പാർക്കിൻസൺസ് രോഗം എന്നിവയുടെ ചികിത്സയിലും അതുപോലെ തന്നെ കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിലും വിത്ത് കോശ ഗവേഷണങ്ങൾ വൻ മുന്നേറ്റമുണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ശാസ്ത്രലോകം. അടുത്തതായി വിവിധ ഇനം ജന്തുകലകളുടെ സവിശേഷതകളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായും 4 തരത്തിലുള്ള കലകൾ കൊണ്ടാണ് ജന്തുക്കളുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ ആവരണകല. സെക്കൻഡ് വൺ നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ നാഡീകല. തേർഡ് വൺ മസ്കുലാർ ടിഷ്യൂ അല്ലെങ്കിൽ പേശീകല. ആൻഡ് ഫോർത്ത് വൺ കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ യോജകകല. ഫസ്റ്റ് വൺ ആവരണകല അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ. നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലകളാണ് ആവരണ കലകൾ അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂസ്. നമ്മുടെ ശരീരത്തിൻ്റെ
പുറം ഭാഗത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് കാണപ്പെടുന്ന അന്നപഥത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്ത് കാണപ്പെടുന്നതും ഇത്തരത്തിലുള്ള ആവരണ കലകളാണ്. ഈ ആവരണ കലകളുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം, അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം, അതുപോലെ സെക്രീഷൻ അല്ലെങ്കിൽ സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നിവയാണ് ആവരണ കലകളുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തും അതുപോലെ ശരീരത്തിനകത്തും ആവരണം ചെയ്ത് സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആഗിരണത്തിനും സ്രവങ്ങളുടെ ഉൽപ്പാദനത്തിനും സഹായിക്കുന്ന ജന്തുകലകളാണ് ആവരണ കലകൾ. നെക്സ്റ്റ് വൺ, നാഡീകല അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ. നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കലകളാണ് നാഡീകലകൾ. നമ്മുടെ ശരീരത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന ഓരോ മാറ്റവും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്ന കലകളാണ് നാഡീകലകൾ അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂസ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനകത്തും അതുപോലെ നമ്മുടെ ശരീരത്തിന് പുറത്തുമുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തെ പ്രതികരിക്കാൻ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള നാഡീകലകളാണ്. നെക്സ്റ്റ് വൺ, പേശീകല അല്ലെങ്കിൽ മസ്കുലാർ ടിഷ്യൂ. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയ കലകളാണ് പേശീകലകൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരചലനം സാധ്യമാക്കുന്നത് ഇത്തരത്തിലുള്ള പേശീകലകളാണ്. നെക്സ്റ്റ് വൺ, യോജക കല അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്ന കലകളാണ് യോജക കലകൾ അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവയെല്ലാം യോജക കലകൾക്ക് ഉദാഹരണങ്ങളാണ്. യോജക കലകളായ അസ്ഥിയും തരുണാസ്ഥിയും നമ്മുടെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്നതോടൊപ്പം തന്നെ സംരക്ഷണവും ശരീരത്തിൻ്റെ ആകൃതി നിലനിർത്താനും സഹായിക്കുന്നവയാണ്. അതേസമയം നാരുകല അല്ലെങ്കിൽ ഫൈബ്രസ് ടിഷ്യൂസ് ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന യോജക കലകളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട യോജക കലയാണ് രക്തം. പദാർത്ഥ സംവഹനത്തിനും നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം നിലനിർത്താനും നമ്മെ സഹായിക്കുന്നത് രക്തം എന്ന യോജക കലയാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകളാണ് യോജക കലകൾ. ഇവയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മറ്റു കലകളെ പരസ്പരം യോജിപ്പിക്കുക എന്ന ധർമ്മമാണ് യോജക കലകൾ നിർവഹിക്കുന്നത്. ഇവയ്ക്ക് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ബോൺസ് അല്ലെങ്കിൽ അസ്ഥികൾ, കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥികൾ, ഫൈബ്രസ് ടിഷ്യൂസ് അല്ലെങ്കിൽ നാരുകലകൾ, ബ്ലഡ് അല്ലെങ്കിൽ രക്തം എന്നിവ. നമ്മുടെ പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ യോജക കലകൾക്ക് ഉദാഹരണങ്ങളാണ്. അതേസമയം അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായുക്കളും യോജക കലകൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ ടെൻഡനുകളും സ്നായുക്കളും തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങളെയാണ് ടെൻഡൻസ് എന്ന് വിളിക്കുന്നത്. അതേസമയം രണ്ട് അസ്ഥികൾ തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗങ്ങളിൽ ഈ രണ്ട് അസ്ഥികളെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങളെയാണ് സ്നായുക്കൾ അല്ലെങ്കിൽ ലിഗമെൻസ് എന്ന് പറയുന്നത്. ഈ ടെൻഡനുകളും സ്നായുക്കൾ അല്ലെങ്കിൽ ലിഗമെൻസും കണക്റ്റീവ് ടിഷ്യൂസ് അല്ലെങ്കിൽ യോജക കലകൾക്ക് ഉദാഹരണങ്ങളാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന മറ്റൊരു യോജക കലയാണ് നാരുകല. നമ്മുടെ കണ്ണുകളെയും അതുപോലെ വൃക്കകളെയുമെല്ലാം യഥാസ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്താൻ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള നാരുകലകളാണ്. മറ്റു പ്രധാനപ്പെട്ട യോജക കലകളാണ് അസ്ഥികലയും അതുപോലെ തരുണാസ്ഥി കലകളും. ഇവ നമ്മുടെ ചലനത്തിന് സഹായിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ആകൃതി നൽകാനും താങ്ങും ബലവും നൽകാനും അതുപോലെ നമ്മുടെ ശരീരത്തിനകത്ത് കാണപ്പെടുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ആന്തര അവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കാനും സഹായിക്കുന്ന യോജക കലകളാണ്. മറ്റൊരു ഉദാഹരണമാണ് രക്തം. ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്ന ഒരു യോജക കലയാണ് രക്തം. നമ്മുടെ ശ്വസനവാതകങ്ങളായ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സംവഹനത്തിനും അതുപോലെ
ദഹനത്തിന് ശേഷം രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളുടെ സംവഹനത്തിനും അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം നിലനിർത്താനും സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോജക കലയാണ് രക്തം. അടുത്തതായി സസ്യകലകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സസ്യങ്ങളിലും ജന്തുക്കളിലും ഒരേപോലെയല്ല വളർച്ച നടക്കുന്നത്. സസ്യങ്ങളുടെ വളർച്ച ചില നിശ്ചിത സ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. എന്നാൽ ജന്തുക്കളിൽ വളർച്ച നടക്കുന്നത് ഇതുപോലെ നിശ്ചിത സ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചല്ല. സസ്യങ്ങളിൽ പ്രധാനമായും വളർച്ച കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രഭാഗങ്ങളിലാണ്. സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും ഈ അഗ്രഭാഗങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങളെയാണ് മെരിസ്റ്റമിക കോശങ്ങൾ അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഈ മെരിസ്റ്റമിക കലകളുടെ ത്വരിതഗതിയിലുള്ള വിഭജനം വഴിയാണ് സസ്യവളർച്ച സാധ്യമാകുന്നത്. ജന്തുക്കളിൽ ഭ്രൂണകോശങ്ങളിൽ നടക്കുന്ന കോശവൈവിധ്യവൽക്കരണം എന്ന പ്രക്രിയ വഴിയാണ് വിവിധ തരം കോശങ്ങളും കലകളും രൂപപ്പെടുന്നത്. എന്നാൽ സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഈ മെരിസ്റ്റമിക കലകളിൽ നിന്നാണ് വിവിധ തരത്തിലുള്ള സസ്യകലകൾ രൂപപ്പെടുന്നത്. തുടർച്ചയായി വിഭജിക്കാൻ കഴിവുള്ള കോശങ്ങളാണ് ഈ മെരിസ്റ്റമിക കോശങ്ങൾ. ഈ മെരിസ്റ്റമിക കലകൾ തുടർച്ചയായി വിഭജിച്ചാണ് ലഘുകലകളും സങ്കീർണ കലകളായ സംവഹന കലകളും സസ്യങ്ങളിൽ രൂപപ്പെടുന്നത്. ഈ മെരിസ്റ്റമിക കലകളുടെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി മെരിസ്റ്റമിക കലകളെ പ്രധാനമായും 3 തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ അപ്പിക്കൽ മെരിസ്റ്റം അല്ലെങ്കിൽ അഗ്രമെരിസ്റ്റം. സെക്കൻഡ് വൺ ലാറ്ററൽ മെരിസ്റ്റം അല്ലെങ്കിൽ പാർശ്വമെരിസ്റ്റം. തേർഡ് വൺ ഇൻ്റർകാലറി മെരിസ്റ്റം അല്ലെങ്കിൽ പർവാന്തര മെരിസ്റ്റം. വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും അഗ്രഭാഗങ്ങളിൽ കാണപ്പെടുന്ന മെരിസ്റ്റമാണ് അഗ്രമെരിസ്റ്റം. സസ്യഭാഗങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് ഈ അഗ്രമെരിസ്റ്റമാണ്. വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും പാർശ്വഭാഗങ്ങളിൽ കാണപ്പെടുന്ന മെരിസ്റ്റമാണ് പാർശ്വമെരിസ്റ്റം അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം. സസ്യഭാഗങ്ങൾ വണ്ണം കൂടുന്നതിന് സഹായിക്കുന്നത് ഈ പാർശ്വമെരിസ്റ്റമാണ്. കാണ്ഡത്തിൻ്റെ പർവാന്തര ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം. കാണ്ഡത്തിൽ കാണപ്പെടുന്ന പർവാന്തര ഭാഗത്തിൻ്റെ നീളം കൂടുന്നതിന് സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള പർവാന്തര മെരിസ്റ്റമാണ്. അടുത്തതായി നമുക്ക് ഒരു മെരിസ്റ്റമിക കോശവും ഒരു പൂർണ്ണ വളർച്ചയെത്തിയ കോശവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് മർമ്മത്തിൻ്റെ വലുപ്പം ഒന്ന് നോക്കാം. താരതമ്യേന വലിയ മർമ്മമാണ് മെരിസ്റ്റമിക കോശങ്ങളിൽ കാണപ്പെടുന്നത്. ഒരു മെരിസ്റ്റമിക കോശവുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് പൂർണ്ണ വളർച്ചയെത്തിയ കോശങ്ങളിൽ കാണപ്പെടുന്ന മർമ്മത്തിന് വലുപ്പം കുറവായിരിക്കും. വളരെ കട്ടി കുറഞ്ഞ ഒരു പ്രാഥമിക ഭിത്തിയാണ് മെരിസ്റ്റമിക കോശത്തിൽ കാണപ്പെടുന്നത്. എന്നാൽ ഒരു പൂർണ്ണ വളർച്ചയെത്തിയ സസ്യകോശത്തിൽ നമുക്ക് 2 ഭിത്തികൾ കാണാൻ കഴിയും. ഒരു പ്രാഥമിക ഭിത്തിയും അതേപോലെ ഒരു ദ്വിതീയ ഭിത്തിയും. മെരിസ്റ്റമിക കോശത്തെ അപേക്ഷിച്ച് കട്ടി കൂടിയ പ്രാഥമിക ഭിത്തിയും എന്നാൽ അതിനു പുറമെയായി കട്ടി കൂടിയ ഒരു ദ്വിതീയ ഭിത്തിയും പൂർണ്ണ വളർച്ചയെത്തിയ കോശത്തിൽ കാണപ്പെടുന്നുണ്ട്. മെരിസ്റ്റമിക കോശങ്ങളിൽ കോശദ്രവ്യത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതേസമയം പൂർണ്ണ വളർച്ചയെത്തിയ കോശങ്ങളിൽ കോശദ്രവ്യത്തിൻ്റെ അളവ് കുറവായിരിക്കും. ഇത്രയുമാണ് പ്രധാനമായും ഒരു മെരിസ്റ്റമിക കോശവും ഒരു പൂർണ്ണ വളർച്ചയെത്തിയ കോശവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. അടുത്തതായി നമ്മൾ വിവിധ തരം സസ്യകലകളുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സസ്യകലകളെ പ്രധാനമായും 2 തരംതിരിച്ചിട്ടുണ്ട്: ലഘുകലകളും സങ്കീർണ കലകളും. സിമ്പിൾ ടിഷ്യൂസ് ആൻഡ് കോംപ്ലക്സ് ടിഷ്യൂസ്. ഒരേ ഇനം കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കലകളാണ് ലഘുകലകൾ അല്ലെങ്കിൽ സിമ്പിൾ ടിഷ്യൂസ്. അതേസമയം വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കലകളെയാണ് സങ്കീർണ കലകൾ അല്ലെങ്കിൽ കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. സസ്യങ്ങളിൽ കാണപ്പെടുന്ന ലഘുകലകൾക്ക് ഉദാഹരണങ്ങളാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ എന്നിവ. സസ്യങ്ങളിൽ കാണപ്പെടുന്ന സങ്കീർണ കലകൾക്ക് ഉദാഹരണങ്ങളാണ് സൈലം, ഫ്ലോയം എന്നിവ. സൈലം, ഫ്ലോയം എന്നീ സങ്കീർണ കലകളാണ് സസ്യങ്ങളിലെ സംവഹന കലകൾ എന്നറിയപ്പെടുന്നത്.
ആദ്യം നമുക്ക് പാരൻകൈമയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട കലകളാണ് പാരൻകൈമ. അതുകൊണ്ട് തന്നെ സസ്യങ്ങളുടെ വളരെ മൃദുവായ ഭാഗങ്ങളിലാണ് പാരൻകൈമ കാണപ്പെടുന്നത്. പ്രധാനമായും പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്ന കലകളാണ് പാരൻകൈമ കലകൾ. അപ്പോൾ നമ്മൾ പാരൻകൈമയുടെ 3 പ്രത്യേകതകൾ ഓർത്ത് വയ്ക്കുക. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട കലകളാണ് പാരൻകൈമ. അതുപോലെ ഒരു സസ്യത്തിൻ്റെ ഏറ്റവും മൃദുവായ ഭാഗങ്ങളിലാണ് ഈ പാരൻകൈമ കാണപ്പെടുന്നത്. ഇവയുടെ പ്രധാനപ്പെട്ട 2 ധർമ്മങ്ങളാണ്. ഒന്ന് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു, അതുപോലെ തന്നെ ആഹാര സംഭരണത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ കോളൻ കൈമ. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരത്തിലുള്ള കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട കലകളാണ് കോളൻ കൈമ. നമ്മൾ ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കോശങ്ങളുടെ ഈ മൂലകളിൽ മാത്രമാണ് കട്ടി കൂടുതലായി കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകാൻ സഹായിക്കുന്ന കലകളാണ് കോളൻ കൈമ. അതിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കുക. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നാണ് കോളൻ കൈമ രൂപം കൊള്ളുന്നത്. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുക എന്നുള്ളതാണ് കോളൻ കൈമയുടെ പ്രധാനപ്പെട്ട ധർമ്മം. നെക്സ്റ്റ് വൺ സ്ക്ലീറൻ കൈമ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ കോശങ്ങൾ ചേർന്നാണ് സ്ക്ലീറൻ കൈമ രൂപം കൊള്ളുന്നത്. അതേസമയം നമ്മൾ കോളൻ കൈമയിൽ പറഞ്ഞത് കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങളാണ് കാണപ്പെടുന്നത്. എന്നാൽ സ്ക്ലീറൻ കൈമയിൽ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ കോശങ്ങളാണ് കാണപ്പെടുന്നത്. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന സസ്യകലകളാണ് സ്ക്ലീറൻ കൈമ. വഴക്കവും താങ്ങും നൽകുന്നത് കോളൻ കൈമയും താങ്ങും ബലവും നൽകുന്നത് സ്ക്ലീറൻ കൈമയുമാണ്. നെക്സ്റ്റ് വൺ സംവഹന കലകൾ അല്ലെങ്കിൽ വാസ്കുലാർ ടിഷ്യൂസ്. സസ്യങ്ങളുടെ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം ആ സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യാൻ സഹായിക്കുന്ന കലകളാണ് സംവഹന കലകൾ. വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങൾ ചേർന്നാണ് ഈ സംവഹന കലകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവ സങ്കീർണ കലകൾ അല്ലെങ്കിൽ കോംപ്ലക്സ് ടിഷ്യൂസ് എന്നറിയപ്പെടുന്നത്. സസ്യങ്ങളിൽ കാണപ്പെടുന്ന സംവഹന കലകളാണ് സൈലവും ഫ്ലോയവും. ഇതാണ് സൈലത്തിൻ്റെ ഘടന. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങൾ കൊണ്ടാണ് ഈ കലകൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സംവഹന കലകളെ സങ്കീർണ കലകൾ എന്ന് വിളിക്കുന്നത്. നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്ന സംവഹന കലകളാണ് സൈലം. ഇനി എന്താണ് സൈലത്തിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് നോക്കാം. ഒരു സസ്യത്തിന് പ്രകാശ സംശ്ലേഷണം വഴി ആഹാരം നിർമ്മിക്കണമെങ്കിൽ ജലവും ലവണങ്ങളും ആ സസ്യത്തിൻ്റെ എല്ലാ ഇലകളിലും എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഈ ജലത്തെയും ലവണങ്ങളെയും മണ്ണിൽ നിന്ന് ആഗിരണം ചെയ്യുന്നത് വേരാണ്. ഈ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും സസ്യത്തിൻ്റെ വിവിധ ഇലകളിൽ എത്തിക്കുക എന്നുള്ളതാണ് സൈലത്തിൻ്റെ ധർമ്മം. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകാനും സൈലം കുഴലുകൾ സഹായിക്കുന്നു. സസ്യത്തിലെ മറ്റൊരു പ്രധാന സംവഹന കലയായ ഫ്ലോയത്തിൻ്റെ ഘടനയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നാണ് ഫ്ലോയം രൂപപ്പെട്ടിരിക്കുന്നത്. ഇനി ഫ്ലോയത്തിൻ്റെ ധർമ്മം എന്താണെന്ന് നോക്കാം. പ്രകാശ സംശ്ലേഷണ പ്രക്രിയ വഴി ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാൻ സഹായിക്കുന്ന കലകളാണ് ഫ്ലോയം കലകൾ. സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ധർമ്മത്തിലുള്ള വ്യത്യാസം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. സൈലം കലകൾ വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കാൻ സഹായിക്കുന്നു. അതേസമയം ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം ആ സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാൻ സഹായിക്കുന്ന സംവഹന കലകളാണ് ഫ്ലോയം. ആറ്റം മുതൽ ജീവി സമുദായം വരെയുള്ള ഘടനാതലങ്ങളുടെ ഒരു ചിത്രീകരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്.
ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയായ ആറ്റത്തിൽ നിന്നാണ് ഈ ഘടനാതലങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീട് ഇത്തരത്തിലുള്ള ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ജൈവ തന്മാത്രകളായി മാറുന്നു. വിവിധ തരത്തിലുള്ള ജൈവ തന്മാത്രകൾ കൂടിച്ചേർന്ന് കോശാംഗങ്ങളായും വിവിധ കോശാംഗങ്ങൾ ചേർന്ന് കോശങ്ങളായും മാറുന്നു. പിന്നീട് കോശങ്ങൾ കൂടിച്ചേർന്ന് വ്യത്യസ്ത തരം കലകളായി മാറുകയും വ്യത്യസ്ത തരം കലകൾ ചേർന്ന് ശരീര അവയവങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. അവയവങ്ങൾ കൂടിച്ചേർന്ന് വ്യത്യസ്ത അവയവ വ്യവസ്ഥകൾ ശരീരത്തിൽ രൂപപ്പെടുന്നു. ഇത്തരത്തിലുള്ള വ്യത്യസ്ത അവയവ വ്യവസ്ഥകൾ കൂടിച്ചേർന്ന് അതൊരു ജീവിയായി മാറുകയും ഒരേ തരത്തിൽപ്പെട്ട ജീവികൾ ചേർന്ന് ജീവിഗണമായും വ്യത്യസ്ത തരത്തിൽപ്പെട്ട ജീവികൾ ചേർന്ന് ഇവ ഒരു ജീവി സമുദായമായും മാറുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രധാനമായും ജന്തുകലകളെക്കുറിച്ചും സസ്യകലകളെക്കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നമ്മുടെ ബയോളജി സിലബസിലെ അടുത്തൊരു ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.